സോളിഡ് സ്റ്റേറ്റിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റലിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. സോളിഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ക്രിസ്റ്റലൈനും അമോർഫസും. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ചും അതിനകത്തുള്ള യൂണിറ്റ് സെല്ല്, ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ല്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ക്രിസ്റ്റൽ സ്ട്രക്ചറിലേക്ക് വരാം. എന്താണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ? ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ലാറ്റിസും ഉണ്ടാകും, ഒരു മോട്ടിഫും ഉണ്ടാകും. ലാറ്റിസ് പ്ലസ് മോട്ടിഫ് ഈസ് ഈക്വൽ ടു ക്രിസ്റ്റൽ സ്ട്രക്ചർ. അതങ്ങനെ നിൽക്കട്ടെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒരു റൂം ഫ്ലോർ, ആ ഫ്ലോറിൽ ഞാൻ ടൈൽസ് പാവുകയാണ്. ടൈൽസ് ഇടുന്നു, ടൈൽസ് ഇട്ട് കഴിഞ്ഞു. ഓരോ ടൈലിന്റെയും ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ഓരോ ഡോട്ട് ഇടുക. ഉദാഹരണത്തിന് എല്ലാ ടൈലിന്റെയും സെന്ററിൽ ഞാൻ ഓരോ ഡോട്ട് ഇടുന്നു, ഇട്ട് കഴിഞ്ഞു. ഒരു ഫ്ലോറ് മൊത്തം ടൈല് പാകിയിട്ടുണ്ട്. എല്ലാ ടൈലിന്റെയും സെന്ററിൽ ഞാൻ ഓരോ ഡോട്ട് ഇട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ടൈൽസിനെ മനസ്സിൽ നിന്ന് മറന്നു കളയാം. ഇപ്പൊ നമ്മുടെ മനസ്സിലെ പിക്ചർ ആ കുറെ പോയിന്റ്സ് മാത്രം. ആ പോയിന്റ്സുകളെ ഒന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു തട്ട് കിട്ടും, ഒരു ലെയർ കിട്ടും. ആ ലെയർ എന്ന് പറയുന്ന പേരാണ് ലാറ്റിസ്. ഇനി അവിടെ ആ പോയിന്റ്സിൽ ടൈൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടൈൽസിന് പറയുന്ന പേരാണ് മോട്ടിഫ് അഥവാ ബേസ്. അപ്പോൾ ആ ലാറ്റിസും ടൈൽസ് എന്ന് പറയുന്ന മോട്ടിഫും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന ആ മുഴുവൻ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. യഥാർത്ഥത്തിൽ ആ പോയിന്റുകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തതാണ്, അങ്ങനെ വരകളില്ല. അപ്പോ ലാറ്റിസ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ കൺസ്ട്രക്റ്റ് ആണ്. അപ്പൊ ആ വെർച്വൽ കൺസ്ട്രക്റ്റിൽ ആ പോയിന്റ് അഥവാ ലാറ്റിസ് പോയിന്റ്സിൽ മോട്ടിഫ് അഥവാ ബേസ് വെക്കുമ്പോൾ കിട്ടുന്ന ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഞാൻ അവിടെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഒരു മോട്ടിഫാണ്, 2 ഡോട്ട്സ് കാണാം നിങ്ങൾക്ക്. അത് ഒരു മോളിക്യൂൾ ആയിക്കോട്ടെ. രണ്ടാമത്തെ പിക്ചറിൽ കുറെ ഡോട്ട്സ് കിടപ്പുണ്ട്. അവിടെയാണ് നമ്മൾ മോട്ടിഫ് വെക്കാൻ പോകുന്നത്. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. മൂന്നാമത്തെ പിക്ചറിൽ ആ ലാറ്റിസ് പോയിന്റിൽ നമ്മൾ മോട്ടിഫ് വെച്ചു കഴിഞ്ഞു. അപ്പൊ ഒന്നാമത്തെ പിക്ചർ മോട്ടിഫ്, രണ്ടാമത്തെ പിക്ചർ അതിരിക്കുന്ന ലാറ്റിസ് പോയിന്റ് വെക്കാൻ പോകുന്ന സ്ഥലം, 3 മോട്ടിഫ് ലാറ്റിസ് പോയിന്റിൽ വെച്ചപ്പോൾ കിട്ടിയ ഒരു 2 ഡയമെൻഷണൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ. 2 ഡയമെൻഷണൽ ലാറ്റിസസ് 5 ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തെ പിക്ചറിൽ 2 ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ ആണ്. എ എന്ന പിക്ചറിൽ ഇട്ടിരിക്കണേ, താഴെ ഞാൻ എഴുതിയിട്ടുണ്ട് എ ഈസ് ഈക്വൽ ടു ബി. ഒരു സൈഡ് എയും മറ്റേ സൈഡ് ബിയും ആണെങ്കിൽ രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് പിക്ചറിൽ എ എന്ന് കാണുന്നത്. എ ഈസ് ഈക്വൽ ടു ബി, ആംഗിൾ 60. അതിന്റെ പേര് ഹെക്സഗണൽ. അപ്പൊ നിങ്ങൾക്ക് തോന്നും അതിന്റെ പേര് എങ്ങനെ ഹെക്സഗണൽ ആയെന്ന്. ആക്ച്വലി അത് വെച്ചിട്ട് നമ്മളൊരു ടൈൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹെക്സഗണലിന്റെ ഒരു പാർട്ടാണത്, ഹെക്സഗണൽ. 2 എ നോട്ട് ഈക്വൽ ടു ബി ബട്ട് ആംഗിൾ 90 ആണ്. നമ്മൾ അതിനെ റെക്ടാങ്കുലാർ അഥവാ ഓർത്തോറോംബിക് എന്നും. മൂന്നാമത്തത് എഡ്ജ് ലെങ്ത് ഈക്വൽ ആണ്, എ ഈസ് ഈക്വൽ ടു ബി അഥവാ രണ്ടും ഈക്വൽ, ആംഗിൾ 90, സ്ക്വയർ അഥവാ ടെട്രഗണൽ. നാലാമത്തത് രണ്ടും ഈക്വൽ ആണ്, ലെങ്ത് എ ഈസ് ഈക്വൽ ടു ബി, രണ്ടും ഈക്വൽ ആണ്, ഗാമ നോട്ട് ഈക്വൽ ടു 90. അവന്റെ പേര് സെന്റേഡ് റെക്ടാങ്കുലാർ ഓർ ഓർത്തോറോംബിക്. അതിന്റെ സെന്ററിൽ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിളിനെ കാണാം. ഏറ്റവും അവസാനത്തത് എ നോട്ട് ഈക്വൽ ടു ബി, രണ്ടും ഡിഫറന്റ് ആണ്, ഗാമ നോട്ട് ഈക്വൽ ടു 90, മോണോക്ലിനിക് അഥവാ ഒബ്ലിക് എന്ന് വിളിക്കും. സോ 2 ഡയമെൻഷണൽ ലാറ്റിസസ് ആർ ഓഫ് 5 ടൈപ്സ്. A is equal to B, gamma is equal to 60. A not equal to B, gamma is equal to 90. A is equal to B, gamma is equal to 90. A is equal to B, gamma not equal to 90. A not equal to B, gamma not equal to 90. 5 types of 2-dimensional lattices. ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസിനെ 3 ഡയമെൻഷനലി അഥവാ സ്പേസിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ്
ക്രിസ്റ്റൽ ലാറ്റിസ് അഥവാ സ്പേസ് ലാറ്റിസ്. ആ പിക്ചറിൽ പാർട്ടിക്കിൾസിനെ 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. ഇനി ആ പാർട്ടിക്കിൾസിന് പകരം വരയ്ക്കാൻ എളുപ്പത്തിൽ ഓരോ പാർട്ടിക്കിളിനും ഓരോ ഡോട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ആ ഓരോ പോയിന്റും എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്കിളിനെ സൂചിപ്പിക്കുന്നു. ആ പോയിന്റിന് പറയുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ് അഥവാ ലാറ്റിസ് സൈറ്റ്. അവിടെയാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്. പാർട്ടിക്കിൾ മീൻസ് അത് ആറ്റം ആകാം, മോളിക്യൂൾ ആകാം, അയോൺസ് ആകാം. ഈ ഡോട്ടുകളെ തമ്മിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടിയല്ലോ, ജോമെട്രി കിട്ടി. നേരത്തെ നമ്മൾ കണ്ട ആ ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത് കുറെ കൊച്ചു കൊച്ചു ബ്ലോക്കുകൾ നമുക്ക് കാണാം. ആ ബ്ലോക്കുകൾ അടുക്കി അടുക്കി വെച്ചപ്പോഴാണ് നമുക്കൊരു 3 ഡയമെൻഷണൽ ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടിയത്. അതിലെ ആ ഒരു ബ്ലോക്കിന് പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെല്ലിന് ഒരു ലെങ്ത് ഉണ്ടാകും, ഒരു ബ്രെഡ്ത്ത് ഉണ്ടാകും, ഒരു ഹൈറ്റ് ഉണ്ടാകും. 3 എഡ്ജ് ലെങ്തുകളുണ്ട്. എ എന്നും ബി എന്നും സി എന്നും പേര് കൊടുക്കാം. ആ എഡ്ജുകൾക്കിടയിൽ എഡ്ജ് ആംഗിളുകളുണ്ട്. ആൽഫ എന്നും ബീറ്റ എന്നും ഗാമ എന്നും പേര് കൊടുക്കാം. എ ബി സി 3 എഡ്ജ് ലെങ്ത് ആണ്. എ ബി സി. ബിക്കും സിക്കും ഇടയിലുള്ള ആംഗിളിനെ ആൽഫ എന്നും സിക്കും എക്കും ഇടയിലുള്ള ആംഗിളിനെ ബീറ്റ എന്നും എക്കും ബിക്കും ഇടയിലുള്ള ആംഗിളിനെ ഗാമ എന്നും പറയാം. സോ 3 എഡ്ജ് ലെങ്ത്, 3 എഡ്ജ് ആംഗിളും. അപ്പൊ യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്തിലും എഡ്ജ് ആംഗിളിലും വ്യത്യാസം വന്നാൽ യൂണിറ്റ് സെല്ല് മാറും. സോ ഒരു യൂണിറ്റ് സെല്ലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് 6 പാരാമീറ്റേഴ്സ് ആണ്. 3 എഡ്ജ് ലെങ്ത് എ ബി സിയും 3 എഡ്ജ് ആംഗിൾ ആൽഫ ബീറ്റ ഗാമയും. ഇനി നമുക്ക് ആ യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. ഒരു യൂണിറ്റ് സെല്ലിന്, ഉദാഹരണത്തിന് ഒരു ക്യൂബിന് കോർണേഴ്സ് ഉണ്ട്, ഫേസ് ഉണ്ട്, എഡ്ജസ് ഉണ്ട്, എൻഡുകളുണ്ട്. സോ ഈ യൂണിറ്റ് സെല്ലിന്റെ എവിടെയാണോ പാർട്ടിക്കിൾ ഇരിക്കുന്നത് ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെച്ചിട്ട് യൂണിറ്റ് സെല്ലിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രിമിറ്റീവ്, 2 സെന്റേർഡ്. യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നതെങ്കിൽ ആ യൂണിറ്റ് സെല്ലിനെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നും, അതല്ല യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിലുമുണ്ട് സെന്ററിലുമുണ്ടെങ്കിൽ നമ്മൾ അവനെ സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. ഈ സെന്റർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ യൂണിറ്റ് സെല്ലിന്റെ അകത്ത് സെന്ററിലാകാം, ചിലപ്പോൾ യൂണിറ്റ് സെല്ലിന്റെ ഫേസിന്റെ സെന്ററിലാകാം പാർട്ടിക്കിൾ ഇരിക്കുന്നത്, ചിലപ്പോൾ എഡ്ജിന്റെ സെന്ററിലാകാം പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്, ചിലപ്പോൾ യൂണിറ്റ് സെല്ലിന്റെ 2 എൻഡിന്റെ സെന്ററിലാകാം പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. സോ സെന്റേർഡിനെ വീണ്ടും 4 ആയിട്ട് തിരിക്കാം. കോർണേഴ്സിലും ബോഡിയുടെ സെന്ററിലും പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ അവനെ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്നും, കോർണേഴ്സിലും എല്ലാ ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അവനെ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്നും, കോർണേഴ്സിലും എല്ലാ എഡ്ജിന്റെയും സെന്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അവനെ എഡ്ജ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്നും, കോർണേഴ്സിലും ഏതെങ്കിലും 2 എൻഡിന്റെ സെന്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അവനെ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ല് എന്നും വിളിക്കും. ആ ചാർട്ടിൽ യൂണിറ്റ് സെല്ലിനെ 2 ആയിട്ട് തിരിച്ചു. പ്രിമിറ്റീവും സെന്റേർഡും. സെന്റേർഡിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്, എഡ്ജ് സെന്റേർഡ്. അതില് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ വീണ്ടും 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. There are 7 primitive unit cell. എന്താ പ്രിമിറ്റീവ് സെൽ എന്നറിയാം. അവനെ 7 ആയിട്ട് തിരിക്കും. ഇനി അതിൽ തന്നെ ചില വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസോട് ഉൾപ്പെട്ട ഒരു ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ചാർട്ടിലേക്ക് നോക്കൂ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
7 ടൈപ്സ് ഓഫ് പ്രിമിറ്റീവ് സെൽസ് അവിടെ കാണാം. പേര് വായിക്കുന്നു: ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹൈഡ്രൽ. 7. ഇതൊരു പ്രത്യേക ഓർഡറിലാക്കിയിരിക്കുകയാണ് പഠിക്കാൻ എളുപ്പത്തിൽ. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹൈഡ്രൽ. ആ ഓർഡർ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പും കൂടെ ഞാൻ അവിടെ എഡ്രസ്സിൽ കാണിച്ചിട്ടുണ്ട്. കുട്ടി ഓർമ്മ വേണം, ട്രൈ ചെയ്താൽ ഹീറോ ആകാം. കുട്ടി ക്യൂബിക്കും ടെട്രഗണലും, ഓർമ്മ ഓർത്തോറോംബിക്കും മോണോക്ലിനിക്കും, ട്രൈ ചെയ്താൽ ട്രൈക്ലിനിക്, ഹീറോ ഹെക്സഗണലും റോംബോഹൈഡ്രലും. ആ ഓർഡർ പഠിച്ചാലുള്ള നേട്ടം 3rd കോളത്തിലേക്ക് വരും. ഈ 7 ടൈപ്സ് എങ്ങനെ ഉണ്ടായി? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു യൂണിറ്റ് സെല്ലിനെ തീരുമാനിക്കുന്നത് 6 പാരാമീറ്റേഴ്സ് ആണ്. 3 എഡ്ജ് ലെങ്തും 3 എഡ്ജ് ആംഗിളും. സോ എഡ്ജ് ലെങ്തിലും എഡ്ജ് ആംഗിളിലും വ്യത്യാസം വരുമ്പോഴാണ് ഈ 7 ടൈപ്സ് ഉണ്ടായത്. എന്താണ് ആ വ്യത്യാസം? 3rd കോളത്തിൽ ക്യൂബിക് A is equal to B is equal to C. Last A is equal to B is equal to C. Second first A is equal to B not equal to C. Second last A is equal to B not equal to C. നടുക്ക് വരുന്ന 3 പേരും A not equal to B not equal to C, A not equal to B not equal to C, A not equal to B not equal to C. 4th കോളം ആംഗിളിലെ വ്യത്യാസം. ഫസ്റ്റ് 3 സെയിം ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ ഇസ് ഈക്വൽ ടു 90. ആൽഫ ബീറ്റ ഗാമ 90, ആൽഫ ബീറ്റ ഗാമ 90. 4th ആൽഫയും ഗാമയും 90, ബീറ്റ നോട്ട് ഈക്വൽ ടു 90. ട്രൈക്ലിനിക്കിൽ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90. ഹെക്സഗണലിൽ ആൽഫയും ബീറ്റയും 90, ഗാമ ഇസ് ഈക്വൽ ടു 120. റോംബോഹൈഡ്രലിൽ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ ബട്ട് നോട്ട് ഈക്വൽ ടു 90. ലാസ്റ്റ് കോളത്തിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചു പഠിക്കണം. 2nd കോളത്തിലേക്ക് വരാം. 2nd കോളത്തിൽ അവരുടെ വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്യൂബിക്കിൽ തന്നെ 3 ടൈപ്സ് ഉണ്ട്: പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് ക്യൂബിക്. ടെട്രഗണലില് പ്രിമിറ്റീവും ഉണ്ട്, BCCയും ഉണ്ട്. ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവ്, BCC, FCC, NCC. മോണോക്ലിനിക്കിൽ പ്രിമിറ്റീവും NCCയും. ട്രൈക്ലിനിക്കിലും ഹെക്സഗണലിലും റോംബോഹൈഡ്രലിലും പ്രിമിറ്റീവ് മാത്രം. ആ 2nd കോളം നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ എത്ര ടൈപ്സ് ഉണ്ടെന്ന് നോക്കൂ. ക്യൂബിക്കിൽ 3, ടെട്രഗണലിൽ 2, ഓർത്തോറോംബിക്ക് 4 ടൈപ്സ്, മോണോക്ലിനിക്ക് 2 ടൈപ്സ്, ട്രൈക്ലിനിക്കും ഹെക്സഗണലിലും റോംബോഹൈഡ്രലും ഓരോന്ന് വിധം. ആഡ് ചെയ്താൽ 14 ഡിഫറന്റ് ടൈപ്സ് നിങ്ങൾക്ക് കിട്ടും. ഇത് പറഞ്ഞത് ബ്രാവിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു 14 രീതിയിൽ നമുക്ക് യൂണിറ്റ് സെൽസിനെ അറേഞ്ച് ചെയ്യാം. There are 14 different crystal lattices. എന്നിട്ട് അയാൾ അദ്ദേഹത്തിന്റെ പേര് തന്നെ കൊടുത്തു. They are called 14 Bravais lattices. മോസ്റ്റ് സിമ്മട്രിക് ആയിട്ടുള്ള യൂണിറ്റ് സെല്ല് ഏത് എന്ന് ചോദിച്ചാൽ, സിമ്മട്രിക് മീൻസ് എല്ലാം ഈക്വൽ ആയത്. ആൻസർ ഈസ് ക്യൂബിക്. അതിലെ A is equal to B is equal to Z, alpha is equal to beta is equal to gamma is equal to 90. എല്ലാം ഈക്വൽ ആണ്. സോ മോസ്റ്റ് സിമ്മട്രിക് യൂണിറ്റ് സെൽ ക്യൂബിക്. മോസ്റ്റ് അൺസിമ്മട്രിക് ഏതെന്ന് ചോദിച്ചാൽ ട്രൈക്ലിനിക്. ട്രൈക്ലിനിക്കിലേക്ക് നോക്കൂ. A not equal to B not equal to C, alpha not equal to beta not equal to gamma not equal to 90. മോസ്റ്റ് അൺസിമ്മട്രിക് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ട്രൈക്ലിനിക് ആണ്. ഇനി നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസിന്റെ പോർഷൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. കോർണർ ആറ്റത്തിന്റെ പോർഷൻ നോക്കാം. ഒരു യൂണിറ്റ് സെല്ലിലെ കോർണറിൽ ഒരു പാർട്ടിക്കിൾ ഇരുന്നാൽ
ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്ന സമയത്ത് അവന്റെ ചുറ്റും വേറെ യൂണിറ്റ് സെല്ല് വരുമല്ലോ. ഈ 4 യൂണിറ്റ് സെല്ലിന്റെയും കോർണർ ഈ പാർട്ടിക്കിളിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ 4 പേര് അവരുടെ മുകളിൽ വരും. ചുരുക്കി പറഞ്ഞാൽ 8 പേര് വരുമ്പോൾ ആ കോർണർ ആറ്റം കംപ്ലീറ്റ്ലി ഷെയ്ഡായി. സോ കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ 8 പേരുമായിട്ട് ഷെയർ ചെയ്യും. ഒരു സാധനം 8 പേരുമായിട്ട് ഷെയർ ചെയ്താൽ ഒരാൾക്ക് എത്ര കിട്ടും? 1/8. സോ കോർണർ ആറ്റത്തും നിന്നും ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത് 1/8. ബോഡി സെന്ററിലേക്ക് വരാം. ഒരു യൂണിറ്റ് സെല്ലിന്റെ ബോഡിയുടെ അകത്ത് ഞാനൊരു പാർട്ടിക്കിൾ വച്ചാൽ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്ന സമയത്ത് അത് ആരുമായിട്ടും ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ബോഡിയുടെ അകത്തിരിക്കുന്ന പാർട്ടിക്കിൾ പൂർണ്ണമായും ഇവന്റേതാണ്. ഫേസ് സെന്ററിലേക്ക് വരാം. ഈ യൂണിറ്റ് സെല്ലിന്റെ ഫേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്ന സമയത്ത് ചുറ്റുപാട് വരുന്ന ആൾക്കാരൊന്നും അത് ഷെയർ ചെയ്യില്ല. അതിന്റെ മുകളിൽ വരുന്ന ഒരാൾ ഷെയർ ചെയ്യും. ഇപ്പൊ 2 പേരെ ആ പാർട്ടിക്കിൾ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരു പാർട്ടിക്കിൾ 2 പേരുമായിട്ട് ഷെയർ ചെയ്താൽ ഒരാളുടെ ഒരു ഫേസിന് കിട്ടുന്നത് ഹാഫ് ആയിരിക്കും. എഡ്ജ് സെന്ററിലേക്ക് വരാം. എഡ്ജിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ വെച്ചാൽ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്ന സമയത്ത് അവന്റെ ചുറ്റും ഇപ്പോൾ 2 പേര് ഷെയർ ചെയ്തു. മുകളിൽ വരുന്ന 2 പേരും കൂടെ എഡ്ജ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ആയി. ചുറ്റുപാട് വരുന്ന ആൾക്കാരൊന്നും അത് ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എഡ്ജിൽ വരുന്ന ഒരു പാർട്ടിക്കിൾ 4 പേരുമായിട്ട് ഷെയർ ചെയ്യും. സോ ഒരു എഡ്ജിന് കിട്ടുന്നത് 1/4. ഇനി നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിലെ ആകെ പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്ര നോക്കാം. ഒരു യൂണിറ്റ് സെല്ലിലെ ആകെ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Z എന്നാണ്. ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസിന്റെ എണ്ണം. പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് കോർണറിൽ മാത്രമാണ്, 8 കോർണറിൽ. ഈ യൂണിറ്റ് സെൽ ഉപയോഗിച്ച് നമ്മളൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാക്കുമ്പോൾ ഒരു കോർണറിലിരിക്കുന്ന ആറ്റം 8 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു സാധനം 8 പേരുമായിട്ട് ഷെയർ ചെയ്താൽ ഒരാൾക്ക് എത്ര കിട്ടും? 1/8. അപ്പോൾ ഒരു കോർണറിന് കിട്ടുന്നത് 1/8. സോ 1 കോർണർ atom possess 1/8 of an atom. ഒരു കോർണറിൽ ഇരിക്കുന്ന ആള് 1/8 ഓഫ് ആറ്റം ആണ് പൊസസ് ചെയ്യുന്നത്. സോ ടോട്ടൽ ആറ്റംസ് ചോദിച്ചാൽ ഒരു കോർണറിൽ 1/8 ആണ്. അങ്ങനെ 8 കോർണർ ഉണ്ട്. Therefore, ഒരാറ്റം. ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസ് എങ്ങനെ കാണാം? ബോഡി സെന്റേർഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് 8 കോർണേഴ്സിലുമുണ്ട്, ബോഡിയുടെ സെൻട്രലുമുണ്ട്. നമുക്കതിനെ ഡോട്ടായിട്ട് ഇങ്ങനെ കാണിക്കാം. നേരത്തെ പറഞ്ഞു കോർണറിൽ ഇരിക്കുന്ന ആളിന് കിട്ടുന്നത് 1/8 ആണ്. അപ്പോ ടോട്ടൽ കോർണർ ആറ്റംസ് എത്ര? 1/8 into 8 കോർണർ ഉണ്ടല്ലോ. സോ ഒരാറ്റം. ഇനി ബോഡിയുടെ സെൻട്രലിരിക്കുന്ന പാർട്ടിക്കിൾ ആരുമായിട്ടും ഷെയർ ചെയ്യുന്നില്ല, അത് പൂർണ്ണമായും അവൻ്റെതാണ്. സോ ടോട്ടൽ ബോഡി സെന്റർ ആറ്റം എന്ന് പറയുന്നത് 1 ആണ്, ഒരാറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആറ്റംസ് അഥവാ പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെല്ല് ചോദിച്ചാൽ 1 + 1 = 2 ആറ്റംസ്. ആറ്റംസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആണ്. യെസ്. ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസ്. ഫേസ് സെന്റർ ആകുമ്പോൾ 8 കോർണേഴ്സിൽ 8 പാർട്ടിക്കിൾസ് ഉണ്ട്. ഒപ്പം എല്ലാ ഫേസിന്റെയും സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട്. 6 ഫേസ് ഉണ്ട്. സോ 6 പാർട്ടിക്കിൾസ് ഉണ്ട്. കോർണറിലിരിക്കുന്ന ആളിന്റെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം, 1/8. ഇനി ഈ ഫേസിന്റെ സെന്ററിൽ ഒരാളിരുന്നാൽ അത് ഒരു ലാറ്റിസ് ഉണ്ടാക്കുന്ന സമയത്ത്
ഇപ്പുറത്തെ സൈഡിൽ ഒരു യൂണിറ്റ് സെല്ല് വെക്കുമ്പോൾ അതങ്ങ് അടയുമല്ലോ. ദാറ്റ് ഈസ് ഈച്ച് ഫേസ് സെൻറ്റേർഡ് പാർട്ടിക്കിൾ ഈസ് ഷെയർഡ് ബൈ 2 പാർ. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് ഹാഫ്. സോ ടോട്ടൽ കോർണർ ആറ്റംസ് എന്ന് പറയുന്നത് 1/8 × 8 = 1 തന്നെ. ടോട്ടൽ ഫേസ് സെൻറ്റർ ആറ്റംസ് ചോദിച്ചാൽ ഒരു ഫേസ് ഹാഫ് ആണല്ലോ, ഇൻറ്റു 6 ഫേസ് ഉണ്ട് = 3. ദയർഫോർ ടോട്ടൽ ആറ്റംസ് അഥവാ പാർട്ടിക്കിൾസ് ചോദിച്ചാൽ 1 + 3 = 4. എൻഡ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസ്. എൻഡ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് കോർണേഴ്സിലും ഉണ്ടാകും, ഏതെങ്കിലും 2 എൻഡിൻ്റെ സെൻറ്റർ. അത് ടോപ്പ് ബോട്ടം ആകാം, ലെഫ്റ്റ് റൈറ്റ് ആകാം, ഫ്രണ്ട് ബാക്ക് ആകാം. അപ്പോൾ ഞാൻ ടോപ്പും ബോട്ടവും 2 എൻഡായിട്ട് എടുത്തു. കോർണറിലിരിക്കുന്ന ആളിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8 ആണെന്ന് പഠിച്ചല്ലോ. ഇനി എൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫേസിൻ്റെ സെൻറ്ററാണ്. ഫേസിൻ്റെ സെൻറ്ററിൽ ഒരാളിരുന്നാൽ ഇതിൻ്റെ മുകളിൽ ഒരു യൂണിറ്റ് സെല്ലും കൂടെ വരുമ്പോൾ 2 പേരാകുമ്പോൾ അതങ്ങ് ഷെയറിങ് ആകും. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് ഹാഫാണ്, നേരത്തെ പറഞ്ഞതുപോലെ. സോ കോർണർ ആറ്റംസ് ചോദിച്ചാൽ 1/8 × 8 = 1. എൻഡ് സെൻറ്റേർഡ് ഓർ സെൻറ്റർ ആറ്റംസ് ചോദിച്ചാൽ ഹാഫാണ്, അങ്ങനെ 2 എൻഡേ ഉള്ളൂ. സോ ഹാഫ് × 2 = 1. ദയർഫോർ ടോട്ടൽ ആറ്റംസ് എന്ന് പറയുന്നത് 1 + 1 = 2. എഡ്ജ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം. എഡ്ജ് സെൻറ്റർ ആകുമ്പോൾ പാർട്ടിക്കിൾസ് കോർണേഴ്സിലുണ്ട്, പിന്നെ എഡ്ജസ്. എത്ര എഡ്ജസ് ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിന്? 1 2 3 4, താഴെ 4, ദെൻ ഹിയർ 4, ടോട്ടൽ 12 എഡ്ജസ്. കോർണറിലിരിക്കുന്ന ആൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് 1/8 അല്ലേ. ഈ എഡ്ജിലിരിക്കുന്ന ഒരാൾ ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാകുന്ന സമയത്ത് 4 പേരുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഒരു എഡ്ജിന് എത്ര കിട്ടും? 1/4. അപ്പോൾ കോർണർ ആറ്റംസ് ചോദിച്ചാൽ 1/8, അങ്ങനെ 8 കോർണർ, ദയർഫോർ 1. എഡ്ജ് സെൻറ്ററിലിരിക്കുന്ന ആറ്റംസ് ചോദിച്ചാൽ ഒരു എഡ്ജിന് 1/4 ആണ്, അങ്ങനെ 12 എഡ്ജസ് ഉണ്ട്, 3. സോ ഒരു എഡ്ജ് സെൻറ്റേർഡിലെ ടോട്ടൽ ചോദിച്ചാൽ 1 + 3 = 4. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതായത് 2 ഡയമെൻഷണൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ. അതിനകത്ത് ലാറ്റിസും മോട്ടീഫും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്, സ്പേസ് ലാറ്റിസ് അഥവാ ക്രിസ്റ്റൽ ലാറ്റിസ്, പിന്നെ അതിന്റെ ബേസിക് യൂണിറ്റ് ആയ യൂണിറ്റ് സെല്ല്, യൂണിറ്റ് സെല്ലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന 6 പാരാമീറ്റേഴ്സ്, യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിളിന്റെ പൊസിഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ, പ്രിമിറ്റീവും സെന്റേർഡും, സെന്റേർഡിന്റെ 4 ക്ലാസിഫിക്കേഷൻ, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റേർഡ്, എഡ്ജ് സെന്റേർഡ്. ഇനി അതിലെ പാർട്ടിക്കിൾസിന്റെ എണ്ണം, യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിളിന്റെ എണ്ണം 1, ബോഡി സെന്റേർഡിലെ പാർട്ടിക്കിൾസിന്റെ എണ്ണം 2, ഫേസ് സെന്റേർഡിലെ പാർട്ടിക്കിളിന്റെ എണ്ണം 4, എൻഡ് സെന്റേർഡിലെ പാർട്ടിക്കിളിന്റെ എണ്ണം 2, എഡ്ജ് സെന്റേർഡിലെ പാർട്ടിക്കിളിന്റെ എണ്ണം 4. അതായത് ഓരോ യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിമിറ്റീവിന്റെ 7 ടൈപ്സ്, 7 ക്രിസ്റ്റൽ സിസ്റ്റം. ആ 7 ടൈപ്സ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എഡ്ജ് ലെങ്ത് ആൻഡ് എഡ്ജ് ആംഗിൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ നോട്ട്സ് സ്ക്രീനിൽ വരുന്ന ഭാഗം പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.